അതിമനോഹരമായൊരു മഹാദേവ ക്ഷേത്രം. കുന്നിൻ മുകളിലായാണ് ഈ ഒരു ക്ഷേത്രത്തിൽ മഹാദേവൻ കുടികൊള്ളുന്നത്. ഈ കാണുന്ന സ്റ്റെപ്പുകളെല്ലാം തന്നെ കയറി വേണം നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്താൻ. എന്തെന്നില്ലാതെ മനസ്സിന് കുളിർമയും കണ്ണിന് കാഴ്ചയുമേകുന്ന അതിമനോഹരമായൊരു ക്ഷേത്രം തന്നെയായിരുന്നു കേട്ടോ ഇത്. എൻ്റെ കുട്ടിക്കാലത്ത് എപ്പോഴുമാണ് ഞാൻ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുള്ളത്. അതിനുശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. എൻ്റെ ഓർമ്മകളിൽ എവിടെയോ ഈ ഒരു ക്ഷേത്രം ഉണ്ടെന്നല്ലാതെ വ്യക്തമായ ഒരു ഓർമ്മയില്ല കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു കേട്ടോ ഇവിടത്തത്. ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം തന്നെ കണ്ടത് അയ്യപ്പന്റെ ക്ഷേത്രത്തിന് മുന്നിലായിട്ട് ഇരുമുടിക്കെട്ട് എഴുതി നിൽക്കുന്ന അയ്യപ്പന്മാരെയായിരുന്നു. മഹാദേവ ക്ഷേത്രമാണെങ്കിലും നമ്മൾ കയറി വരുമ്പോൾ ആദ്യം എത്തുന്നത് മഹാവിഷ്ണുവിന്റെ നടയിലാണ്. ഇത്തരത്തിൽ വൃത്താകാരത്തിലുള്ള ഒരു ക്ഷേത്രത്തിനകത്തായാണ് സാക്ഷാൽ പരമശിവൻ ഈ ഒരു ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ തന്നെ വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ നമ്മുടെ ഉള്ളിലേക്ക് വരിക. അത്രയ്ക്ക് മനോഹരമായ ഒരു ക്ഷേത്രാന്തരീക്ഷം തന്നെയാണ് ഇവിടെയുള്ളത്. ഈ ക്ഷേത്രത്തിന് എത്ര വർഷത്തെ കാലപ്പഴക്കമുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കൃത്യമായി വ്യക്തതയില്ല കേട്ടോ. ഈ ക്ഷേത്രത്തിലെ ഉത്സവം വളരെ പ്രത്യേകതകൾ ഉള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഘോഷയാത്രയും. ഒരു നാടിന് മുഴുവൻ ആഘോഷമാണ് ഈ ഒരു ചെറിയ മഹാദേവ ക്ഷേത്രം. തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് എന്ന ഗ്രാമത്തിലെ കൂന്തല്ലൂരിനും ആറ്റിങ്ങൽ പോകുന്നതിനും ഇടയിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. മെയിൻ റോഡിൽ നിന്നും ഏകദേശം 1/2 കിലോമീറ്ററോളം മാറി ഒരു തോടിന്റെ കരയിലൂടെ വേണം ഈ ഒരു മഹാദേവ ക്ഷേത്രത്തിലേക്ക് എത്താൻ. സാക്ഷാൽ കുന്നത്ത് മഹാദേവ ക്ഷേത്രം എന്നാണ് ഈ ഒരു ക്ഷേത്രം അറിയപ്പെടുന്നത്. മഹാദേവ ഭക്തർ തീർച്ചയായും വന്ന് തൊഴുതു പോകേണ്ട ഒരു ക്ഷേത്രം തന്നെയാണിത്.